തങ്ങൾ പറഞ്ഞില്ലേ, ലഅനല്ലാഹുൽ വാശിമത വൽ മുസ്തൗശിമ, പച്ച കുത്തുന്ന പെണ്ണിനെയും അത് കുത്താൻ വേണ്ടി പോയി കൊടുക്കുന്ന പെണ്ണിനെയും അല്ലാഹു തആല ലഅനത്ത് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കിട്ടുന്ന സമ്പാദ്യം ഹലാലായ സമ്പാദ്യമല്ല. ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില, വെപ്പ് മുടി വെക്കുന്നവളെയും അത് വെച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു പോകുന്നവളെയും അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഹദീസിൽ കാണാം, ലഅനല്ലാഹുൽ മുസവ്വിർ. അതും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്, സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു വിദ്യയും നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. പലരും അതിന്റെ മാർഗത്തിലൂടെയും ഉണ്ടാക്കുന്നുണ്ട് സമ്പാദ്യം. അതിന് ടൈലറിങ്ങിന്റെ പുറമെ വേറൊരു പേരും കൂടി ഉണ്ട്, എംബ്രോയിഡറി എന്നുള്ള പേര്. അത് ചിലതൊക്കെ നൂലുകൊണ്ടും മറ്റുമൊക്കെ വരച്ച്, കളർ കൊണ്ടൊക്കെ വരച്ച് റെഡിയാക്കിയിട്ട് ആ കളർ പോകാത്ത കളറാണ്, വസ്ത്രത്തിൽ പിടിപ്പിക്കാനാണ്. ഒരു കുതിരയെയും ഒരു കഴുതയെയും പിന്നെന്താ അതൊക്കെ അതിൽ പിടിപ്പിക്കാനാണ്. അങ്ങനെ ആ കുതിര ഇങ്ങനെ ഓടുന്ന രീതിയിലുള്ളൊരു ബനിയൻ, മറ്റേതും കൊണ്ട് ചാടുന്ന രീതിയിലുള്ളത്. ആ തസ്വീർ, ആ ചിത്രീകരണം അത് ശരിയല്ല. അതിന്റെ സമ്പാദ്യം ശരിയല്ല. സമനുൽ കൽബ് നമുക്ക് പാടില്ലല്ലോ, സമനുദ്ധം അതും പാടില്ല. രക്തം വിറ്റിട്ട് അതിന്റെ കാശ് വാങ്ങിക്കുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റാണ്, നിഷിദ്ധമാണ്. നായെ വിറ്റുകൊണ്ട് അതിന്റെ കാശ് വാങ്ങുന്നതും തെറ്റാണ്. കുറച്ച് ഊട്ടീന്നൊക്കെ കുറച്ച് കൊണ്ട് കുറച്ച് തടിയിലിനെ വളർത്തിയിട്ട് നല്ല കൊഴിപ്പിച്ചിട്ട് ഉഷാറാക്കിയാൽ വാങ്ങാൻ എത്ര ആൾക്കാർ വരും? അല്ലാത്ത അടിച്ച് ഉരുണ്ടിന്റെ പേരില് ഊട്ടിനായ എന്നല്ല പേരിന്റെ അങ്ങനെ പറയുന്നത് തോന്നുന്നുണ്ട്. എന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങില്ല ആളുകൾ ഇഷ്ടം പോലെ. സഹോദരങ്ങളെ, സമ്പാദ്യങ്ങൾ അങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ടാണ് നീ കഴിക്കുന്നത് നീ സൂക്ഷിക്കണം. നിന്റെ ഉൾഭാഗത്തെ നിന്റെ ബത്തുനെ നീ കേടുവരുത്തരുത്. കേടുവരുത്തിയാൽ പിന്നെ നിനക്ക് ഈമാനും ഹയാവും ഉണ്ടാവുകയില്ല. ആ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞു തന്നെയാണ് റിബയും. നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. പലിശ കൂടിക്കൂടി വരികയാണ് എല്ലാ സംഗതികൾക്കും. അതേ നിർബന്ധിതമായി കുടുങ്ങിയ ആളുകൾ മാത്രമല്ല, അതൊരു വഴിയായി ജീവിതത്തിന്റെ മാർഗമായി കണ്ട് ലാഭം കിട്ടുന്ന, ലാഭം എടുക്കുന്ന പലിശ വിഹിതം കൊണ്ട് തന്നെ ജീവിതത്തിന്റെ മാർഗങ്ങളൊക്കെ നീങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. വീട്ടുകാരെ മുഴുവനും ഭക്ഷിപ്പിക്കുന്നതും നിത്യജീവിതത്തിന്റെ ചെലവ് കഴിയുന്നത് വരെ 4-5 സ്ഥലങ്ങളിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കാശിന്റെ ഇൻട്രസ്റ്റ് ആണ്. അത് 4 മാസം കൂടുമ്പോ വാങ്ങുമ്പോ 4 മാസം കൂട് വാങ്ങുമ്പോ ഒരു സംഖ്യയുണ്ടാകും. അതുകൊണ്ട് വീട്ടിലേക്ക് ഒരു മാസത്തെയോ മറ്റോ സാമഗ്രികളൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ്. ഉമ്മമാരെ, നിങ്ങളും ശ്രദ്ധിക്കണം. മുമ്പ് കാലങ്ങളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ ആളും ഇതിലേക്ക് വിധേയപ്പെട്ടില്ലായിരുന്നു. ഇപ്പോൾ ധാരാളം പേര് ആ വിഷയത്തിൽ പോയി പെട്ടിട്ടുണ്ട്. ചിലരാ വിഷയത്തിന്റെ അധ്യക്ഷന്മാരും തലവന്മാരുമായി മാറിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്, നന്നായി ശ്രദ്ധിക്കണം. വേണ്ട, നമ്മുടെ പള്ളയുടെ അകത്തേക്ക് പറ്റുന്നത് മാത്രമേ നമ്മൾ കഴിക്കാവൂ. എത്ര വലിയ മഹാന്മാരും നൽകിയ ഉപദേശം അത് തന്നെയാണ്. എത്ര വലിയ ഈമാനോടെ നടന്നവരല്ലേ അസ്ഹാബുൽ കഹ്ഫ്. അവര് ചെറുപ്പക്കാരല്ലേ സഹോദരങ്ങളെ. താടിയും മീശയും മുളക്കാത്ത ചെറുപ്പക്കാരായ അസ്ഹാബുൽ കഹ്ഫ് 7 പേര് നാട്ടിൽ നിന്ന് രാജാവിന്റെ അതിക്രമം ഭയന്ന് നാട് വിട്ടുപോയി. അവരൊരു ഗുഹയിൽ താമസിച്ചപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വെയിലും മഴയും ഏൽക്കാതെ അവരെ ശരീരത്തിന് നല്ല ഭംഗിയോടെ അല്ലാഹു കാത്തു സൂക്ഷിച്ചത് 1-2 വർഷമല്ല,
300 വർഷമാണ്. ആ 300 വർഷം സുഗമമായി അവര് വിശ്രമിച്ചവര് എഴുന്നേൽക്കുമ്പോ വിശപ്പ് തോന്നിയ സമയത്തും അവരൊരാളെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന സമയത്ത് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്ന ആളുകളോട് ഉപദേശം, ഫബഅസൂ വഹദകും ബിവരിഖികും ഹാദിഹി ഇലൽ മദീന ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമാ ഫല്യഅതികും ബിർസിഖിൻ മിൻഹു വല്ലതലത്തുഫ് വലാ യുശ്ഇറന്ന ബികും അഹദാ. നാട്ടുകാരും അറിയാതെ സ്വകാര്യമായി പോയിട്ട് അവരെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് പഴയ കാലത്ത് നമ്മളെ കുഫിരിയത്തിന് നിർബന്ധിച്ച രാജാവ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ്. ആ രാജാവൊക്കെ മരിച്ചു നൂറ്റാണ്ടുകൾ എത്രയോ കഴിഞ്ഞു. പക്ഷേ സുഖജീവിതത്തിൽ അവരത് അറിഞ്ഞിട്ടില്ല. എഴുന്നേറ്റപ്പോ അവർക്ക് വിശപ്പ് തോന്നിയപ്പോ കൂട്ടത്തിൽ ഒരാളെ കറൻസിയുമായി പറഞ്ഞേക്കുമ്പോ കൊണ്ടുവരാൻ പോകുന്ന ആളുകളോട് കൊടുക്കുന്ന നിർദ്ദേശം, ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമാ, ഹലാലായ ഭക്ഷണം ഏതാണ് നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടുവരണം. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്നത്തെ കാലത്ത് ബീഫ് സ്റ്റാളുകളും മറ്റുമൊക്കെ അധികം കൈകാര്യം ചെയ്തിരുന്നത് അറവ് ശരിയല്ലാത്ത ആളുകളായിരുന്നു, മജൂസികളും മറ്റുമായിരുന്നു. അവർക്ക് അറക്കാൻ അറിയില്ല. അവരേതെങ്കിലും ഭാഗത്തൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കിയിട്ട് പൊളിച്ചു കൊടുക്കും. നമുക്ക് പോരെ, തിരക്കാണ്, സമയമല്ല. കോഴിപ്പീടി നോക്കുമ്പോ ഇറച്ചി ഉണ്ടാ, ഇറച്ചി നോക്കിയാണ്. ആരാ അറുത്ത്? എവിടെ അറുത്തത്? അല്ല, ചത്ത കൂട്ടത്തിൽ ഒന്നെടുത്തോണ്ട് റെഡിയാക്കി തന്നതാ. സാധ്യത പറയാലോ, തള്ളിക്കളയോ? നീ അറുത്ത് റെഡിയാക്കിയിട്ട് വേണ്ടേ കൊണ്ടുപോകാൻ? നിനക്ക് ഇറച്ചി കിട്ടിയാ മതി, അതിങ്ങനെ നടന്നു ഇരുന്നു ഇങ്ങനെ റെഡിയായി വേവിക്കുന്ന രൂപത്തിലായാൽ മതി. ആരർത്താലും കുഴപ്പമില്ല, എങ്ങനെ അർത്താലും കുഴപ്പമില്ല. അറുത്തിട്ട് തല വേർപെട്ടു പോയാൽ തന്നെ കറാഹത്തല്ലേ? ആദ്യം അറുത്തുകണോ? ഹയാത്തന്നെ ഉണ്ടോ? അവരർക്കിലിറച്ചി എത്ര പെട്ടെന്ന് നമ്മളെ ആൾക്കാരൊക്കെ വാങ്ങിപ്പോളല്ലേ. ഓ, പെരുന്നാളൊക്കെ ഇതാ വാങ്ങല്, ഇതാ കൊണ്ടുപോല്. ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും 2 കിലോ കോഴി കിട്ടിയാൽ മതി, കോഴി ഇറച്ചിയായാ മതി, വേറെ ഒരു കുഴപ്പമില്ല. രാവിലെ വെളുപ്പാൻ കാലത്ത് പോകുന്ന വണ്ടിയിൽ നിന്ന് തട്ടിറക്കി വെക്കുമ്പോ നോക്കണം, പലപ്പോഴും നോക്കോളൂ. കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്ര കോഴികളാ പുറത്തേക്ക് ഒഴിവാക്കേണ്ടി വരുന്ന കോഴികളുള്ളതില്. കാറ്റ് തട്ടിയിട്ടും മറ്റു ഇളകിയിട്ടും മറ്റുമൊക്കെ പണി പോയ കോഴികൾ എത്ര ഉണ്ട്? ആ കോഴികളെല്ലാം തൊലിരിഞ്ഞ് റെഡിയാക്കിയിട്ടൊന്ന് പീസാക്കി വെച്ചാൽ ഇറച്ചി ആവശ്യമുള്ള ആൾക്കാർ അതും കൊണ്ടുപോകും. ആർക്കെങ്കിലും അത് കൊടുക്കാൻ പറ്റൂല. പക്ഷെ അതൊക്കെ പറ്റൂല എന്നുള്ള നല്ല കുറ്റിയുറപ്പുള്ള ആളല്ലേ ചിന്തിക്കുള്ളൂ. അറവ് ശരിയല്ലാത്ത ആൾക്കാരാണ് അന്ന് ഇറച്ചി കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അസ്ഹാബുൽ കഹ്ഫ് പറയുന്നത്, നല്ല നിലക്ക് ഹലാലായ രീതിയിൽ അറുത്ത മാംസങ്ങളൊക്കെ വേവിച്ച ഭക്ഷണമാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കൊണ്ടുവരാൻ. അറവറിയാത്ത ആൾ അർത്ഥം എങ്ങനെ ഉണ്ടാവും? അത് കൊറുജീവനായി മരിച്ചിട്ടുണ്ടാവും, പകുതി ജീവനിൽ പടിഞ്ഞ് റെഡിയാക്കി മരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലത് തലക്കൊരു മേട്ടം വേണ്ടിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ കൊന്നേ പറയാണ്ടുള്ളൂ, അറുത്ത് എന്ന് പറയാനല്ല, കൊന്നേ പറയാനുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ തോലും കീച്ചി. സഹോദരങ്ങളെ, അങ്ങനെ സാധ്യതകളൊന്നും ഇല്ലാത്ത വിധമുള്ള ഭക്ഷണം അതാകണം നമ്മുടെ വയറ്റിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്, കുടുംബത്തിലേക്ക് കൊടുക്കേണ്ടത്. അസ്ഹാബുൽ കഹ്ഫ് ഉണർന്നപ്പോഴും പറഞ്ഞ വാക്കങ്ങനെയാണ്, ഹലാലായത് മാത്രമേ വാങ്ങിക്കൊണ്ടുവരാവൂ. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ഈമാന് നശിച്ചു പോകരുത്, ഇഖ്ലാസ് പോയി പോകരുത്. ഫല്ലൻദുർ അയ്യുഹാ അസ്കാ തആമാ, ഹലാലായി എന്ന് പൂർണ്ണമായും ഉറപ്പുള്ള രീതിയിലുള്ള നല്ല ഭക്ഷണം ഏതെന്ന് നോക്കിയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരണം. അതേ ഭക്ഷിക്കാൻ പറ്റൂ. എവിടെയും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ്.
വീടകങ്ങളിൽ മാത്രമല്ല പുറത്തു പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. സൂക്ഷ്മതയോടെയാണ് കഴിക്കേണ്ടത്. കഴിക്കുന്നത് മോശമായാൽ തഖ്വ കുറഞ്ഞു പോകും, ഇഖ്ലാസ് കുറഞ്ഞു പോകും. കണ്ടില്ലേ, ഇജാബത്ത് കുറഞ്ഞു പോകും, സ്വീകാര്യത കുറഞ്ഞു പോകും. എത്ര ആളുകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എത്ര ആളുകളുണ്ട് അവരുടെ ഭക്ഷണം ഹറാമാണ്, പാനീയം ഹറാമാണ്, ധരിച്ചത് ഹറാമാണ്, ഹറാമിലായിട്ട് നിറഞ്ഞ ജീവിതമാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക, അവൻ എങ്ങനെ ഉത്തരം നൽകപ്പെടാനാ? അതുകൊണ്ട് കഴിക്കുന്നത് ഹറാമാകരുത്. ഇബാദത്തിന് തീരെ ലദ്ദത്ത് ലഭിക്കുകയില്ല. ഒരു ചെറിയ ധാന്യം എടുത്തത് മാറിപ്പോയപ്പോ, ഇബാദത്തിന്റെ മധുരം നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മയോട് വന്ന് ചോദിച്ചുകൊണ്ട് അത് തിരുത്തിയിട്ട് പൊരുത്തപ്പെടിച്ചിട്ട് ഇബാദത്തിന്റെ മാധുര്യം എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ മഹാരഥന്മാരില്ലേ പഴയകാലത്ത് ജീവിച്ചു പോയവരിൽ? അവരെത്ര സൂക്ഷ്മതയോടെ കഴിഞ്ഞവരാണ്. സ്വന്തം ഉമ്മയോട് വന്ന് ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, പഴയകാലത്ത് ജീവിച്ച മഹാന്മാരിൽ വലിയൊരു മഹാൻ, ഉമ്മ ഞാൻ ഇബാദത്തെടുത്ത് എത്ര നിസ്കരിച്ചിട്ടും എന്റെ നിസ്കാരത്തിന് എനിക്കൊരു മധുരം ലഭിക്കുന്നില്ല. ദ്വാരുന്നിട്ട് കണ്ണീരൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് എന്റെ മനസ്സിനൊരു സംതൃപ്തി വരുന്നില്ല. ഒരു വിധേയത്വവും വിനയവും എനിക്ക് കൂടി കിട്ടുന്നില്ല. ഇബാദത്തുകളിൽ എനിക്ക് താല്പര്യം നന്നേ കുറഞ്ഞു പോവുകയാണ്. ഉമ്മയോട് പറയുന്നു, ഉമ്മ, ആർക്കെങ്കിലും പൊരുത്തമില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം നിങ്ങൾ ഭക്ഷിച്ചിരുന്നോ? ഉമ്മ ആലോചിച്ചു നോക്കുന്നു. ഏറെ ആലോചിച്ച ശേഷം പറഞ്ഞു, മോനെ, നിന്നെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് അയൽപക്കത്തെ ഒരു വീട്ടിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ അവിടെ ഉണക്കാനിട്ടിരിക്കുന്ന ചോളമുണ്ട്. ആ ചോളത്തിൽ നിന്ന് ഒന്ന് രണ്ട് മണികൾ എടുത്ത് ഞാൻ എൻ്റെ വായിലിട്ട് ഒന്ന് ചവച്ചിരുന്നു. ഒരു രസമല്ലേ എന്ന് കരുതിയിട്ട് ഉമ്മാനോട് മകൻ പറയുന്നു, നിങ്ങൾ അവിടെ പോകണം, ആ വീട്ടുടമയോട് അത് പറയണം, പൊരുത്തപ്പെടിക്കണം, എന്റെ ഇബാദത്തിന് എനിക്ക് മധുരം വരുന്നില്ല, നിസ്കരിച്ചിട്ടോ മറ്റു കാര്യങ്ങളിലോ ഒന്നും റാഹത്ത് ലഭിക്കുന്നില്ല. ഉമ്മ പോകുന്നു, ആ കുടുംബക്കാരോടത് പറയുന്നു, പൊരുത്തപ്പെടിക്കുന്നു, തിരുത്തുന്നു. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ അനുഭവിച്ച ഇബാദത്തിന്റെ മറ്റൊരു സുഖമുണ്ട്. സഹോദരന്മാരെ, നാവ് പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒന്നാണ്. നാവിലൂടെയുള്ള നീരൊക്കെ ഇറങ്ങുന്നത് വയറ്റിലേക്കാണ്. ആ നാവിലൂടെ നല്ലത് പറഞ്ഞുകൊണ്ടുള്ള നീരാകണം ഇറങ്ങേണ്ടത്. നന്മയല്ലാത്തത് പറഞ്ഞിട്ടത് കലർന്ന നീരിറങ്ങുമ്പോ അതും നമ്മുടെ വയറ്റിനൊരു രോഗം തന്നെയാണ്, വയറ്റിനൊരു ശ്രദ്ധക്കുറവ് തന്നെയാണ്. നല്ലത് പറഞ്ഞുകൊണ്ടുള്ള നീരാകണം നാവിലൂടെ ഇറങ്ങേണ്ടത്. ബത്തുന്നെ, നിന്റെ വയറിനെ നീ സൂക്ഷിക്കണം. അതിന്റെ ചുറ്റുഭാഗങ്ങളും അഥവാ നിന്റെ വായ, അതുപോലെ തന്നെ നിന്റെ നാവ്, നിന്റെ പല്ല് തുടങ്ങി അതിനെ ആവരണം ചെയ്തിരിക്കുന്ന അവയവങ്ങളും അതും നീ ശ്രദ്ധിക്കണം, നീ സൂക്ഷിക്കണം. അതാണ് ഹയാ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹയാ ഉണ്ടോ അന്തദ്കുറൽ മൗത വൽ ബിലാ, എപ്പോഴും മരണം നിന്റെ ഓർമ്മയിൽ വേണം, ജീർണിക്കുന്നൊരവസ്ഥയും നിന്റെ ഓർമ്മയിൽ വേണം. ജീവിതത്തിന്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ വർദ്ധിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ ശരീരം തന്നെയാണ് മണ്ണിൽ കൊണ്ടുപോയി വെക്കേണ്ടത്. ഈ ശരീരത്തിന്റെ മേലെയാണ് മണ്ണ് വരേണ്ടത്. ഈ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയാണ് മണ്ണ് കയറി വരേണ്ടത്. ഈ കണുപ്പുകളൊക്കെ ഒരു ഭാഗം കഴിഞ്ഞാൽ മറ്റൊരു ഭാഗം പിന്നീട് മണ്ണങ്ങനെ കവർന്നെടുക്കൂലേ എന്നൊരു ചിന്ത എപ്പോഴും നിന്റെ മനസ്സിൽ വേണം. ആഖിറത്തിലെ സുഖം ഉദ്ദേശിച്ചുകൊണ്ട് ദുനിയാവിന്റെ ആഡംബരം ഒഴിവാക്കി ജീവിക്കണം. അതാണ് യഥാർത്ഥ ഹയാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പറയാൻ പറ്റാത്തത് പറയാതിരിക്കുന്നത് ഹയാ ആണ്. ഭക്ഷിക്കാൻ പറ്റാത്തത് ഭക്ഷിക്കാതിരിക്കുന്നത് ഹയാ ആണ്. നോക്കാൻ പറ്റാത്തത് നോക്കാതിരിക്കുന്നത് ഹയാ ആണ്. അങ്ങനൊരു ഹയാഓടെ ജീവിക്കുന്ന ആളാണോ അവന്റെ ഈമാനിന് വലിയ നില
നിലവാരം ഉണ്ട്. വിശുദ്ധ ഇസ്ലാമിൽ മുസ്ലിംകൾക്ക് ഏറ്റവും അധികം കാണേണ്ട ഒരു സ്വഭാവവും ഹയാ ആണ്. ലികുല്ലി ദീനിൻ ഖുലുഖുൻ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ മതക്കാർക്കും ഓരോ സ്വഭാവമുണ്ട്. ഇസ്ലാമിന്റെ സ്വഭാവം അത് അൽ ഹയാ, അത് നാണമാണ്, ലജ്ജയാണ്. ചെയ്യാത്ത കാര്യങ്ങളിൽ പ്രവേശിക്കാൻ വല്ലാത്ത മനസ്സിനൊരു വിരക്തിയാണ്, പേടിയാണ്. ആ വിരക്തിയും പേടിയും നിലനിർത്തണം എപ്പോഴും. ഞാൻ ഇതുവരെ കാണാത്ത ഒരു സംഗതിയാണ്, എന്നാൽ എന്റെ ജീവിതത്തിൽ ഇനി അത് കാണേണ്ടതില്ല എന്ന് തന്നെ തീരുമാനിക്കണം. അതല്ല ഇക്കൊല്ലം അതൊന്ന് കണ്ടോട്ടെ എന്ന് ചിന്തിക്കരുത്. ആ കാഴ്ച ഹറാമാണോ, നീ ഇതിന് ഉത്സാഹം പ്രകടിപ്പിക്കരുത്, നീ ഇതിന് താല്പര്യവും വഴിയും ഒരുക്കരുത്. പിറകോട്ട് മാറിയേക്കണം. അങ്ങനെ തിന്മകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നൊരു ഹയാ നമ്മുടെ ജീവിതത്തിന്റെ കൂടെ പിറപ്പായി മാറണം. സുബ്ഹാനല്ലാഹ്. പഴയകാലത്ത് ജീവിച്ച മഹാന്മാരിൽ എത്രയോ തെറ്റുകുറ്റങ്ങൾക്ക് നിർബന്ധിപ്പിക്കപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അവര് മാറി നിന്നത് ഇതുവരെ എന്റെ ശരീരത്തിന് പതിവില്ലാത്തതാണ്, അതുകൊണ്ട് ഇനി എന്നോടങ്ങനെ പതിവാക്കാൻ പറയരുത്, എനിക്കതിന് സാധ്യമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, ബനൂ ഇസ്രായേലിൽ ജീവിച്ചൊരു ഉമ്മ, ആ ഉമ്മയുടെ പേര് സാറ എന്നാണ്. ആ ഉമ്മക്ക് 6 മക്കളുണ്ട്. 6 മക്കളെയും ഈ ഉമ്മയെയും ആ കാലഘട്ടത്തിലെ രാജാവ് വലിയൊരു പരീക്ഷണത്തിന് വിധേയമാക്കി. പന്നിമാംസം തിന്നുന്നത് തിന്നണം എന്ന് പറഞ്ഞു. തിന്നിട്ടില്ലെങ്കിൽ കൊല്ലും. ഉമ്മാനങ്ങനെ നിർത്തിയിട്ട് മൂത്ത മകനെ കൊണ്ടുവന്നു, മൂത്ത കുട്ടിയെ കൊണ്ടുവന്നു, മോനെ കൊണ്ടുവന്നു. പന്നിമാംസം ഇങ്ങനെ റെഡിയാക്കി വെച്ചു. തിന്നാൻ പറഞ്ഞു രാജാവ്. തിന്നാൻ പറ്റൂല, അല്ലാഹ് ഹറാമാക്കിയതാണ്, എനിക്ക് തിന്നാൻ പറ്റൂല. അല്ലാഹ് ഹറാമാക്കിയതാണ്, എനിക്ക് തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞു. നിനക്ക് ജീവൻ വേണമെങ്കിൽ, ജീവിതം വേണമെങ്കിൽ തിന്നോന്ന് പറഞ്ഞു. ജീവനിൽ എനിക്ക് പേടില്ല, ഞാൻ ജീവിച്ചു, മരണം എനിക്ക് എപ്പോഴും ഉണ്ടാകും. പക്ഷേ നിങ്ങളെ ഈ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് ഈ പന്നിമാംസം തിന്നിട്ടൊരു ജീവിതം അതെനിക്ക് വേണ്ട. ഉമ്മാന്റെ കൺമുന്നിൽ വെച്ച് തന്നെ മൂത്ത കുട്ടിയുടെ പെരടി വെട്ടി. സഹോദരങ്ങളെ, സഹോദരിമാരെ, രണ്ടാമത്തെ കുട്ടിയെയും കൊണ്ടുവന്നു. പന്നിയിറച്ചി വേവിച്ചു വെച്ചിരിക്കുകയാണ്. ആ കുട്ടിയോടും രാജാവ് പറയുന്നു പന്നിമാംസം ഭക്ഷിക്കാൻ. അപ്പോഴും കുട്ടിയുടെ വാക്കെന്താണെന്നറിയോ? രണ്ടാമത്തെ മകനും പറയുന്നു, ലാ ആകുലു മാ ഹറമഹുല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയത് ഞാൻ ഭക്ഷിക്കൂല. നിനക്ക് ജീവിതം വേണോ, നീ ഭക്ഷിച്ചോ. നിങ്ങളെ ഈ ഹറാമ് ഭക്ഷിച്ചിട്ട് എനിക്ക് ജീവിതം ആവശ്യമില്ല. ഉമ്മാന്റെ മുന്നിൽ വെച്ച് രണ്ടാമത്തെ ആളെയും വെട്ടിക്കളഞ്ഞു. 5 ആളെ കഴിഞ്ഞു. 6ാമത്തെ ആള് ചെറിയ ആളാണ്. 2 വയസ്സ് കഴിഞ്ഞിട്ട് സംസാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. 2 വയസ്സ് തികഞ്ഞ ആ കുട്ടിയെ കൊണ്ടുവന്ന് രാജാവ് ഉമ്മാന്റെ മുന്നിൽ നിർത്തിയപ്പോൾ വാത്സല്യനിധികളായ മാതാക്കൾക്ക്, സഹോദരങ്ങളെ, 5 മെമ്പർമാരെ കണ്ട് സഹിച്ചു. എന്റെ 5 മക്കളും ഈമാനിലായി വിടവാങ്ങി. രാജാവിന്റെ മുന്നിൽ നോക്കി ഉമ്മ പറയുകയാണ്. സാറ എന്ന ഉമ്മയോട് രാജാവ് പറയുന്നു, നിങ്ങളുടെ ഗതിയും ഇത് തന്നെയാണ് ഉമ്മ, വരാനുള്ളത്. എനിക്കത് പ്രശ്നമേ അല്ല. ഈ ചെറിയ കുട്ടിയോട് നിങ്ങൾ പറഞ്ഞാ കേൾക്കും ഉമ്മ. ഈ കുട്ടിയോട് പറയൂ, ഒരു കഷ്ണമെങ്കിലും തിന്നാൻ വേണ്ടി പറയൂ. സഹോദരങ്ങളെ, നിർബന്ധിതമായ ഘട്ടമാണ്. നമ്മുടെ ദീനിന്റെ മസ്അല അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ജീവിതത്തിന്റെ പേടിയുണ്ട്. ഒരു കഷ്ണം തിന്ന് എന്ന് കരുതിയിട്ട് തകരാറില്ല. പക്ഷേ അവരുടെ മനസ്സിലുള്ള ആശയം എന്താണെന്നറിയോ? അല്ലാഹ് ഹറാമാക്കിയതല്ലേ, അത് തിന്നിട്ടൊരു ജീവിതം വേണ്ട. പടച്ച റബ്ബ് ഹറാമാക്കിയതല്ലേ, അത് തിന്നിട്ടൊരു സുഖജീവിതം വേണ്ട. മരിക്കാണെങ്കിൽ മരിച്ചോട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ മരിക്കുന്നത്, ഒരു പരാതിയുമില്ല. ഈമാന് ഖൽബിൽ തറുവായാൽ അങ്ങനെയാണ്. അവിടെ പിന്നെ അഡ്ജസ്റ്റ്മെന്റിനൊന്നും ആൾക്കാർ ഒരുങ്ങൂല. 4000-ലധികം വരുന്ന നല്ല ബുദ്ധിമാന്മാരായ സാഹിര്യങ്ങളല്ലേ
ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് കണ്ട് അവർ അള്ളാഹുവിലും മൂസാ നബിയിലും ഹാറൂൻ നബിയിലൊക്കെ വിശ്വസിച്ചത്. അപ്പൊ ഫിർഔൻ അവരോട് പറഞ്ഞു, ഞാൻ സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചോ? ഞങ്ങളെ കയ്യും കാലും വ്യത്യസ്തമായി വെട്ടിമുറിച്ച്, വലത്തെ കയ്യും ഇടത്തെ കാലും, ഇടത്തെ കയ്യും വലത്തെ കാലും അങ്ങനെ വെട്ടിമുറിച്ച് നിങ്ങളെ കുരിശിൽ തറച്ച് കുറെ കാലം നിങ്ങളെ മൃഗീയമായി പീഡിപ്പിച്ച് നിങ്ങളെ കൊന്നുകളയും. വിശ്വസിച്ച ഈ ആൾക്കാരെ മനസ്സിൽ ഈമാൻ അങ്ങോട്ട് കലർന്നപ്പോ, അതവരെ രക്തത്തോടും മജ്ജയോടും മാംസത്തോടും ഒട്ടിച്ചേർന്നപ്പോ അവര് പറഞ്ഞു, ലാ ലൈർ, ഒരു പ്രശ്നമില്ല, തോന്നുന്നത് ചെയ്ത ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. സാഹിര്യങ്ങൾ ഇതുവരെ ഫിർഔന്റെ അടുത്ത ആൾക്കാരായിരുന്നു. അവര് പറഞ്ഞു, ഫിർഔനെ നീ എന്ത് ചെയ്യാണെങ്കിലും ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, ഈ ദുനിയാവിൽ മാത്രമേ വിധിക്കാൻ നിനക്ക് അധികാരമുള്ളൂ, ആഖിറത്തിൽ നിനക്കൊരു അധികാരമില്ല, ഇവിടല്ലേ നീ വിധിക്കുള്ളൂ, തോന്നുന്നത് ചെയ്തോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ റബ്ബിലേക്കാണ് മടങ്ങിപ്പോകുന്നവർ. നീ വെട്ട്, കൊല്ല്, അല്ലെങ്കിൽ കുരിശിൽ തറക്ക്, അല്ലെങ്കിൽ ഞങ്ങളെ കരിച്ചു കളയെ, എന്തും ചെയ്യാം നിനക്ക്. എന്നാലും ഈമാനിൽ നിന്ന് അളവ് ഞങ്ങൾ പിറകോട്ട് വരില്ല. അതൊരിക്കലും നീ പ്രതീക്ഷിക്കരുത്. നീ ഞങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോ ഞങ്ങൾ മാറുമെന്ന് നിനക്ക് കരുതി പോകരുത്. ഞങ്ങളാരും ഒരു നിലക്കും മാറിപ്പോരുകയില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നീ അക്രമത്തിന് മുതിരണ്ട. ഒരാളും മാറാതെ നിന്ന മാർഗത്തിൽ ഉറച്ചു നിൽക്കും. നിനക്ക് ചെയ്യാനുള്ളത് മുഴുവനും നീ ചെയ്യുക. റബ്ബ് ഞങ്ങൾക്ക് മാപ്പാക്കി തന്നാൽ, ഒരുപാട് കാലം സിഹ്ർ ചെയ്യാൻ നീ ഞങ്ങളെ നിർബന്ധിപ്പിച്ചു, ഒരുപാട് തെറ്റുകുറ്റങ്ങൾക്ക് നീ നിർബന്ധിപ്പിച്ചു. രാജാവെന്ന നിലക്ക് നിന്നെ ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു. ഇന്നാ ആമന്നാ ബിറബ്ബിനാ ലിയഗ്ഫിറ ലനാ ഖതായാനാ വമാ അക്റഹ്തനാ അലൈഹി മിനസ് സിഹ്ർ വല്ലാഹു ഖൈറും വഅബ്ഖാ. ഞങ്ങളെ റബ്ബിൽ വിശ്വസിച്ചത്, ഞങ്ങളെ വൈകല്യങ്ങളൊക്കെ മാപ്പാക്കി, നീ നിർബന്ധിപ്പിച്ച സിഹറിന്റെ കുറ്റകൃത്യങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരാനാണ്. അല്ലാഹു തആല ഉത്തമനാണ്, എന്നെന്നും ശേഷിക്കുന്നവനാണ്. തോന്നുന്നത് നീ ചെയ്തോ, ഞങ്ങളാരും മടങ്ങിപ്പോരൂല. ഉള്ളിൽ ഈമാൻ അങ്ങോട്ട് ഉറച്ചാൽ അങ്ങനെയാണ്. ശിക്ഷ കണ്ടാ മടങ്ങുന്ന ഈമാനാകൂലത്. 2 വയസ്സായ കുട്ടിയെ കൊണ്ടുവന്നപ്പോ ബനു ഇസ്രായേലിലെ സാറ എന്ന ഉമ്മ അങ്ങനെ നോക്കുകയാണ് ആ കുട്ടിന്റെ മുഖത്തേക്ക്. ബാപ്പാരെ ഉമ്മാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്. 2 വയസ്സായ ഒരു കുട്ടി നേരെ ഇപ്പുറത്ത് രാജാവിന്റെ അനുയായി വാളും പിടിച്ച് കാത്തു നിൽക്കുക. ഒരു ചെറിയ പാത്രത്തിൽ വേവിച്ച പന്നി മാംസം കൊണ്ടുവന്ന് വെച്ചിരിക്കുക. കുട്ടിയോട് പറയുന്നു, ഒരൊറ്റ കഷ്ണം തിന്നാൽ നിന്റെ ഉമ്മയോടൊപ്പം നിനക്ക് ജീവിതം കിട്ടും. അല്ലെങ്കിലോ 5 ആളുകൾ കിടക്കുന്നത് കണ്ടില്ലേ, അവരെ കൂടെ പോകാം. കുട്ടി പറഞ്ഞു, എന്റെ സഹോദരന്മാരിൽ എനിക്ക് മാതൃകയുണ്ട്. എന്റെ ജേട്ടന്മാര് മുഴുവനും ഈമാനിലായിട്ടല്ലേ മരിച്ചുപോയത്. ഹറാമു ഭക്ഷിക്കാൻ ഒരു നിലക്കും അവർ തുനിഞ്ഞില്ലല്ലോ. ലാ ആകുലു മിമ്മാ ഹറമഹുല്ലാ. 5 ആള് പറഞ്ഞ അതേ മുദ്രാവാക്യം കുട്ടിയും ഏറ്റു പറഞ്ഞു. അല്ലാഹു നിഷിദ്ധമാക്കിയതിൽ നിന്നൊരു തുണ്ട് പോലും ഞാൻ ഭക്ഷിക്കുകയില്ല. കുട്ടിയെ ആക്രമിക്കാൻ വേണ്ടി വാളുമെടുത്തുകൊണ്ടൊരാൾ അടുത്തേക്ക് വന്നപ്പോ ഉമ്മാന്റെ മനസ്സിൽ ഒരു വെപ്രാളവും ബേജാറും ഒക്കെ രൂപപ്പെട്ട് വരുന്നത് കണ്ടപ്പോ, സങ്കടങ്ങൾ കണ്ടപ്പോ കുട്ടി നേരെ തിരിഞ്ഞു ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ദുനിയാവെന്ന് പറയുന്നത് ചെറിയൊരു ലോകമാണ്, ആഖിറമെന്ന് പറയുന്നത് പ്രവിശാലമായ ലോകമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ പടച്ച റബ്ബ് ഹറാമാക്കിയത് അംഗീകരിക്കാതെ പോകുന്ന നമുക്ക് അല്ലാഹു തആല വെച്ച സവാബില്ലേ, അത് ഇവിടത്തെ സുഖത്തെക്കാളും ഏറ്റവും നല്ലതാണ് ഉമ്മ. അതുകൊണ്ട് ബേജാറ് വേണ്ട. ഉമ്മാക്ക് നല്ലൊരു ഉപദേശം കൊടുത്തപ്പോ ഉമ്മാന്റെ മനസ്സിന് നല്ല സ്ഥൈര്യം കിട്ടി. ആ ഉമ്മാന്റെ കൺമുന്നിൽ വെച്ച് തന്നെ
ആറാമത്തെ കുട്ടിയെയും രാജാവിന്റെ കിങ്കരന്മാർ വെട്ടിവീത്തിക്കളഞ്ഞു. അവസാനം സാറ എന്ന് പറയുന്ന ഉമ്മയോട് രാജാവിന്റെ വാഗ്ദാനങ്ങൾ വരികയാണ്. കൊട്ടാരത്തിൽ ജീവിതം തരാം, നിനക്ക് വേണമെങ്കിൽ രാജാവിന്റെ രാജ്ഞിയാകാം, നിന്റെ ജീവിതത്തിന്റെ വിഷമങ്ങളൊന്നും അറിയാതെ ജീവിക്കാം. പക്ഷേ കണ്ടീഷൻ ഒന്ന് മാത്രമാണ്, ഈ പന്നിമാംസത്തിൽ നിന്നൊരു കഷ്ണമെങ്കിലും എടുത്തു കടിക്കണം. ഉമ്മ പറഞ്ഞു, എൻ്റെ 6 മക്കളും അവര് ആഖിറത്തിലേക്ക് തിരിച്ചതിൽ എനിക്ക് മാതൃകയുണ്ട്. ഞാൻ അവരോടൊപ്പം ചേരാനാണ് ആഗ്രഹിക്കുന്നത്. ലാ ആകുലു മിമ്മാ ഹറമഹുല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയതിൽ നിന്ന് ഒരു തുണ്ട് പോലും ഞാൻ ഭക്ഷിക്കൂല. സ്വന്തം മക്കളോടൊപ്പം ആ ഉമ്മയെയും വെട്ടിവീഴ്ത്തി. സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ചരിത്രം പഠിപ്പിക്കുന്നതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏറെ നമ്മുടെ മുന്നിൽ വരും. ഹറാമായ പാനീയങ്ങൾ കുടിക്കാൻ കല്യാണങ്ങളൊക്കെ വരും. ഇനി ഒരു കാലത്ത് അതൊക്കെ നമ്മുടെ നാട്ടിൽ വരും. മുസ്ലിം കല്യാണങ്ങളിൽ ഇപ്പോഴൊക്കെ തന്നെ മദ്യപാനം നടത്തി തുടങ്ങി, പലയിടത്തും വിളമ്പിക്കഴിഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ പോകുന്നിടത്തൊന്നും എത്തിയില്ലെങ്കിൽ പലയിടത്തും എത്തി. മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങൾ തന്നെ മേശപ്പുറത്ത് തന്നെ വന്ന് കൊണ്ടുവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ ഇനിയും സജീവമായിട്ട് വരും. ഈമാനുള്ള ആളുകൾക്ക് ചെറുത്തു നിൽത്ത് വിജയിക്കാൻ കഴിയും. ഹയാവോടെ ജീവിക്കുന്ന ആളുകൾക്ക്, അല്ലാഹ് ഹറാമാക്കിയതിനോട് ഹയാവ് പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് രക്ഷപ്പെട്ട് ജീവിക്കാൻ കഴിയും. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഒരു ചെറിയ പേടി, ഒരു ഖൗഫ് ഖൽബിലുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയും. സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മാർഗമല്ലേ അത്. അല്ലാഹു നിഷിദ്ധമാക്കിയ പലതും പുറത്തേക്ക് ഇനി വെളിവാകാൻ പോവുകയാണ്. അത് മാത്രമൊന്നും അല്ല, ഒന്ന് മാത്രമൊന്നും ഞാൻ ഉണർത്തിയതല്ല. സാമ്പത്തികമായും ശാരീരികമായും പലതും അങ്ങനെ പുറത്തേക്ക് വെളിവാകാൻ പോവുകയാണ്. അങ്ങനെ വെളിവാകുന്നിടത്ത് കൃത്യമായി സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ കഴിയുന്നവർ അവരൊരു സാഹസിക ജീവിതം തന്നെയാണ് ഇവിടെ നയിക്കുന്നത്.